ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ UCBയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ പല ചേഞ്ചസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്കമിങ് എക്സാമുകളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസ് ഇന്ന് ചെയ്യുന്നത്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാൻ വരുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ നമുക്ക് നോക്കാവുന്നതാണ് UCB അത് മറ്റുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ UCB അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സെക്ഷനാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 2A. സെക്ഷൻ 2Aയിലാണ് നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ചോദ്യമാണ്, എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ? അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാണ്. എന്നാൽ നോൺ അഗ്രികൾച്ചറൽ, അതായത് അഗ്രികൾച്ചറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്കാണ്, അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. നോൺ അഗ്രികൾച്ചറൽ എന്താണ്? അഗ്രികൾച്ചർ പർപ്പസിന് അല്ലാത്തത്, കാർഷിക ആവശ്യങ്ങൾക്ക് അല്ലാത്ത സൊസൈറ്റികളാണ്. അതായത് കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സൊസൈറ്റികളാണ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് കാർഷിക ആവശ്യങ്ങളല്ലാത്തതായിട്ടുള്ള? അതായത് നമുക്ക് ഒരുപാട് സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ആർട്ടിസൻസ് ഉണ്ടാവാം, ട്രേഡേഴ്സ് ഉണ്ടാവാം. സോ ഇവയൊക്കെയാണ് നമ്മൾ നോൺ അഗ്രികൾച്ചറൽ കാറ്റഗറിയിൽ പെടുത്തുന്നത്. ആരൊക്കെയാണ്? സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റ്, അതേപോലെ എന്താണ് നമ്മുടെ ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഇവയൊക്കെ എന്താണ് നോൺ അഗ്രികൾച്ചറൽ വിഭാഗത്തിൽ പെടുന്നതാണ്. സോ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ നീഡ്സുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് അല്ലെങ്കിൽ സൊസൈറ്റിയാണ് നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, അല്ലെങ്കിൽ ബാങ്കുകളാണ് അവരുടെ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുക, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ UCB അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാകുമ്പോൾ ഇതിൻ്റെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ എവിടെയായിരിക്കും? അർബൻ ഏരിയയിലായിരിക്കും. അർബൻ ഏരിയയിലാണ് ഇതിൻ്റെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ അർബൻ ഏരിയയിൽ പെടുന്നത്? ടൗണുകളാവാം, മുനിസിപ്പാലിറ്റികളാവാം, താലൂക്കുകളാവാം. ടൗൺ ആവാം, മുനിസിപ്പാലിറ്റികളാവാം, താലൂക്കുകളാവാം. അപ്പോൾ ഇവിടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടൗൺ, മുനിസിപ്പാലിറ്റി, താലൂക്കാണ്. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ എന്താണ് ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്? അതായത് സെക്ഷൻ 2Tയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 2Tയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതേപോലെ അർബൻ കോപ്പറേറ്റീവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? അർബൻ ഏരിയാസിലാണ്. നമ്മുടെ ടൗൺ, മുനിസിപ്പാലിറ്റി, താലൂക്ക് തുടങ്ങിയിട്ടുള്ള അർബൻ ഏരിയകളിലുള്ള സ്മോൾ ഇൻഡസ്ട്രിയലിസ്റ്റ്, അതേപോലെ ആർട്ടിസൻസ്, അതേപോലെ ട്രേഡേഴ്സ്, ഇവരുടെയൊക്കെ നീഡ്സുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് നമ്മുടെ UCB എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ഈ UCBയെ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്. ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് പല എക്സാമുകളിലും ചോദിച്ചുകൊണ്ട് എന്താണ് ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് എന്ന് അറിയപ്പെടുന്നത്? അതെന്താണ്? നമ്മുടെ UCBകളാണ്. പിന്നെ അറിയപ്പെടുന്ന പേരൊക്കെ എന്തൊക്കെയാണ്? കോമൺ മാൻസ് ബാങ്ക്. കോമൺ മാൻസ് ബാങ്ക് സാധാരണക്കാരുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതേപോലെ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നറിയപ്പെടുന്നു. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ എന്നറിയപ്പെടുന്നു. അതേപോലെ റൊമാൻസ് ഓഫ് കോപ്പറേഷൻ, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ എന്നും കൂടി അറിയപ്പെടുന്നു. അപ്പോൾ എന്തൊക്കെയാണ് UCBകൾ അറിയപ്പെടുന്നത്? ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്രൈറ്റസ്റ്റ് സ്പോട്ട് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക്, കോമൺ മാൻസ് ബാങ്ക്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, റൊമാൻസ് ഓഫ് കോപ്പറേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ UCBകൾ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ഇനിയുള്ളത്
നമ്മുടെ ഫസ്റ്റ് യു സി ബി ലോകത്തിൽ തന്നെ വേൾഡിൽ തന്നെ ആദ്യത്തെ യു സി ബി സ്റ്റാർട്ട് ചെയ്തത് ജർമ്മനിയിലാണ്. ലോകത്തിലെ ആദ്യത്തെ യു സി ബി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജർമ്മനിയിലാണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഷൂൾസ് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 1852 ഷൂൾസ് ജർമ്മനിയിൽ ആദ്യമായിട്ട് യു സി ബി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഷൂൾസിന് ഫാദർ ഓഫ് യു സി ബി എന്നറിയപ്പെടുന്നുണ്ട്. ഫാദർ ഓഫ് യു സി ബി എന്നറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. എന്നും കൂടി നമ്മുടെ ഷൂൾസിന് അറിയപ്പെടുന്നുണ്ട്. ഒന്നും കൂടി പറയാം, ഫാദർ ഓഫ് യു സി ബി എന്നറിയപ്പെടുന്നവരാണ് ഷൂൾസ് ആണ്. അതേപോലെ ഫാദർ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നറിയപ്പെടുന്നത് നമ്മുടെ ഷൂൾസ് തന്നെയാണ്. ഇനി ആരാണ് നമ്മുടെ ഈ യു സി ബിയുടെ ലീഡർ അറിയണ്ടേ? ആ ലീഡറാണ് നമ്മുടെ വിത്തൽ കവിൽക്കർ ആണ് നമ്മുടെ ലീഡർ ഓഫ് യു സി ബി എന്നറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ലീഡർ ഓഫ് ഫസ്റ്റ് യു സി ബി എന്നും കൂടി അറിയപ്പെടും. ലീഡർ ഓഫ് ഫസ്റ്റ് യു സി ബിയും കൂടിയാണ് നമ്മുടെ വിത്തൽ കവിൽക്കർ. അപ്പം അത് മാറരുത്. ഫാദർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂൾസ്, ലീഡർ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തൽ കവിൽക്കർ ആണ്. ഇനി ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കാഞ്ചീപുരത്താണ്. മദ്രാസ് പ്രോവിൻസിലുള്ള കാഞ്ചീപുരത്താണ് നമ്മുടെ ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ്. 1904 ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എവിടെയാണ്? അതായത് മദ്രാസ് പ്രോവിൻസ്, ഇപ്പോഴത്തെ തമിഴ്നാട് എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലാണ് ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ 1904 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എത്ര ടയറാണെന്ന് അറിയാമോ? അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതായത് നമ്മുടെ യു സി ബി എന്ന് പറയുന്നത് അപ്പോൾ 1 ടയറാണ്. യു സി ബി എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ 1 ടയറും അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എപ്പോഴെന്നാണ് 2 ടയറുമാണ്. അപ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ നോക്കുക. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ എപ്പോഴും 1 ടയറും അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എപ്പോഴെന്നാണ് 2 ടയറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ മുമ്പ് ഡ്യുവൽ കൺട്രോളിലായിരുന്നു. അതായത് രജിസ്ട്രേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് രജിസ്ട്രാറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ രജിസ്ട്രാറാണ്. അതേപോലെ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ RBI ലൈസൻസ് വേണം. അപ്പോൾ രണ്ടിൻ്റെയും കൺട്രോളിന് ഇടയിലായിരുന്നു. ആരൊക്കെയുടെ കൺട്രോളായിരുന്നു? രജിസ്ട്രാറുടെ കൺട്രോൾ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്ട്രാറുടെ കൺട്രോളിലും, അതേപോലെ തന്നെ ബാങ്കിങ് ആക്ടിവിറ്റീസ് നടത്തണമെങ്കിൽ ബാങ്കിങ് ലൈസൻസ് വേണമല്ലോ. അപ്പോൾ ബാങ്കിങ് ലൈസൻസ് വേണമെങ്കിൽ RBIയുടെ കൺട്രോളിലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് RBIയിലേക്ക് അത് മൂവ് ചെയ്തിട്ടുണ്ട്. RBIയിലേക്കാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് മൂവ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതാണ് നമ്മളുടെ നാഷണൽ ഫെഡറേഷൻ ഓഫ് യു സി ബി എന്ന് പറയുന്നത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് നാഫ്കൂബ് എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. 1977 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഈ കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിലെ അക്കൗണ്ടൻറ്റ്, ജനറൽ സെക്രട്ടറി എന്നുള്ള എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് എവിടെയാണ് നാഫ്കൂബിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഡൽഹിയിലാണ്. അതായത് യു സി ബികളുടെ അപ്പെക്സ് ഓർഗനൈസേഷനാണ് നമ്മുടെ നാഫ്കൂബ് എന്നറിയപ്പെടുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. 1977 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് അർബൻ ക്രെഡിറ്റ്. ഈ നാഫ്കൂബിൻ്റെ മന്ത്ലി പബ്ലിക്കേഷനാണ് അർബൻ ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ വീക്ക്ലി പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അപ്പോൾ അത് മാറിപ്പോയത്. മന്ത്ലി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അർബൻ ക്രെഡിറ്റ് ആണ്. അതേപോലെ വീക്ക്ലി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ബാങ്കിങ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി
നമ്മുടെ ഇന്ത്യൻ അർബൻ ബാങ്കുകൾ ഇൻഡപ്റ്റഡ് ടു ഏത് കമ്മിറ്റിയുമായിട്ടാണ് ഇന്ത്യൻ അർബൻ ബാങ്കുകൾ ഏത് കമ്മിറ്റിയുമായിട്ടാണ് ആദ്യം ഇൻഡപ്റ്റഡ് ചെയ്തത്? മാക്ലെഗൻ കമ്മിറ്റി ആയിട്ടാണ് ഇൻഡപ്റ്റ് ചെയ്തത്. കാരണം മാക്ലെഗൻ കമ്മിറ്റിയാണ് നമുക്കറിയാം 1915 കാലഘട്ടത്തിലുള്ള ഈ മാക്ലെഗൻ കമ്മിറ്റിയാണ് ആദ്യമായിട്ട് ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റികളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മാക്ലെഗൻ കമ്മിറ്റിയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ അർബൻ ബാങ്ക് ഇൻഡപ്റ്റഡ് ടു ഡാഷ് കമ്മിറ്റി. അപ്പോൾ കുറേ കമ്മിറ്റികളെ പേര് തരും, അതിൽ മാക്ലെഗൻ കമ്മിറ്റി ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? മാക്ലെഗൻ കമ്മിറ്റിയാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ അർബൻ ബാങ്കുകൾ ഇൻഡപ്റ്റഡ് ടു മാക്ലെഗൻ കമ്മിറ്റിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ 1914 കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്തു, 1915 കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇന്ത്യയിൽ ഇൻഡപ്റ്റഡ് ചെയ്യുന്നത് മാക്ലെഗൻ കമ്മിറ്റിയാണ്. അതേപോലെ മാക്ലെഗൻ കമ്മിറ്റിയുടെ പല റെക്കമെൻഡേഷനുകളുണ്ട്. അപ്പെക്സ് ബാങ്ക് ആൻഡ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, അതേപോലെ പ്രൊവിൻഷ്യൽ ബാങ്ക്, അതുപോലെ പിന്നെ 1 man 1 vote പ്രിൻസിപ്പൾ, ഇതൊക്കെ മാക്ലെഗൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടത്. എല്ലാവർക്കും അറിയാവുന്ന ചോദിക്കുന്നു. ഇനി നമുക്ക് ഏതൊക്കെ കമ്മിറ്റികളാണ് UCBയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ മാക്ലെഗൻ കമ്മിറ്റിയാണ്. 1914 കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന മാക്ലെഗൻ ചെയർമാനായിട്ടുള്ള മാക്ലെഗൻ കമ്മിറ്റിയാണ്. 1914 അപ്പോയിൻമെൻറ്റ് ചെയ്തു, 15 റിപ്പോർട്ട് സമർപ്പിച്ചു. ആ ഒരു കമ്മിറ്റി അവരാണ് ആദ്യം ഇന്ത്യയിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു കമ്മിറ്റിയാണ് 1978 MK മാധവദാസ്, അതായത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ലോൺ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആ MK മാധവദാസ് ചെയർമാനായിട്ടുള്ള മാധവദാസ് കമ്മിറ്റി എന്ന് പറയും. അതായത് ഈ ഒരു കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റികൾ, അതേപോലെ നമ്മുടെ UCB ഒക്കെ അതിൽ ഉൾപ്പെട്ടതാണല്ലോ. അപ്പോൾ അവർ ബാങ്ക് അങ്ങനെയുള്ള ടേം യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള ടേം യൂസ് ചെയ്യണമെങ്കിൽ ദേ നീഡ് പ്രയർ RBI ലൈസൻസ്. അവർ എന്ത് ചെയ്യണം? RBI ലൈസൻസ് വാങ്ങിക്കണം. RBIന്ന് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ബാങ്കിങ് എന്നുള്ള ആ ടേമുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി പിന്നെ ഒരു കമ്മിറ്റിയാണ് എന്താണ്? മറാത്തെ കമ്മിറ്റി എന്ന് പറയുന്നത്. കമ്മിറ്റി ഓൺ UCB എന്നറിയപ്പെടുന്നത് ഈ കമ്മിറ്റി എന്താണ്? മറാത്തെ കമ്മിറ്റിയാണ്. മറാത്തെ കമ്മിറ്റി, അതായത് ചെയർമാൻ മറാത്തെ ആയിരുന്നു. അത് കമ്മിറ്റി ഓൺ UCB. അപ്പോൾ 2 കമ്മിറ്റികളുണ്ട്, 1978 കമ്മിറ്റിയും പിന്നെ മറാത്തെ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ആ 2 കമ്മിറ്റികളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഓർത്തു നോക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പ്രസൻ്റ്ലി നമ്മുടെ UCBയെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. ഈ UCBക്കകത്ത് ഒരുപാട് അപ്ഡേഷൻ വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ അപ്ഡേഷനുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രസൻ്റ്ലി ഇപ്പോൾ പ്രസൻ്റായിട്ട് 1482 UCBകളും അതേപോലെ 58 മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ടോട്ടൽ കൂട്ടി 1540 കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇപ്പോൾ RBIയുടെ കൺട്രോളിലാണ്. മീൻസ് നമ്മളിപ്പോൾ മുൻപൊക്കെ ഉണ്ടായത് ഡ്യുവൽ കൺട്രോളാണ്. ഞാൻ പറഞ്ഞില്ലേ, രജിസ്ട്രാറും അതേപോലെ RBIയും കൂടിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ പ്രസൻ്റ്ലി ആയിട്ട് ഇത്രയും സൊസൈറ്റികൾ 1540 കോപ്പറേറ്റീവ് ബാങ്കുകൾ, അതിൽ 1482 UCB ആണ്, 58 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ഈ ബാങ്കുകളൊക്കെ ഇപ്പോൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് അല്ലെങ്കിൽ സൂപ്പർവൈസറി പവർ ഓഫ് RBI ആണ്. അപ്പോൾ ഇപ്പം ഒരു UCBക്ക് അത് പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ദേ മസ്റ്റ് ഒബ്റ്റെയിൻ ദ ലൈസൻസ് ഫ്രം ദി RBI, ബാങ്കിങ് ലൈസൻസ് ഫ്രം ദി RBI ആണ്. RBIന്ന് ബാങ്കിങ് ലൈസൻസ് എടുത്തിട്ട് മാത്രമേ UCBകൾക്ക് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങും. ദിസ് വാസ് അനൗൺസ്ഡ് ബൈ യൂണിയൻ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ പ്രകാശ് ജാവേദ്കർ. അപ്പോൾ ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് യൂണിയൻ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രകാശ് ജാവേദ്കർ ആണ്. എന്തായാലും ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു സേഫ് ഗാർഡ് ദ ഡെപ്പോസിറ്റ് ഓഫ് ദി കസ്റ്റമർ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഡെപ്പോസിറ്റ് സേഫ് ഗാർഡ് ചെയ്യുക. അതായത് നമ്മുടെ പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര UCBകളിൽ ലോൺ സ്കാം പറഞ്ഞിട്ടൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറേ പ്രശ്നങ്ങൾ വന്നതാണ്. അപ്പോൾ അതിനെ തുടർന്നിട്ടാണ്, ആ ഒരു സംഭവത്തിനെ തുടർന്ന് കൊണ്ടാണ് ഇങ്ങനൊരു നിർദ്ദേശം, അതായത് എല്ലാ UCBകളും RBI കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദി RBI എന്ന് പറയാൻ വേണ്ടി കാരണം. അതേപോലെ
ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ ഈ പഞ്ചാബ് മഹാരാഷ്ട്ര UCB പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര UCBകളിൽ ലോൺ സ്കാം എന്നുള്ള പ്രശ്നം വന്നപ്പോഴും DICGC ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയുന്നത് അവയുടെ ഇൻഷുറൻസ് പരിരക്ഷ, ഡെപ്പോസിറ്റിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് 5 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നത്തെ തുടർന്ന് DICGCയും അവരുടെ ഡെപ്പോസിറ്റുകൾക്ക് കൊടുക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷയും കൂടി ഇൻക്രീസ് ചെയ്തു. ഇതിനെ തുടർന്നിട്ട് തന്നെയാണ് UCBകൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI എന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കിയത്. അത് യൂണിയൻ ക്യാബിനറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ ബിൽ ടു അമെൻഡ് ദ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 2002 ബട്ട് നോട്ട് പാസ് ദ ബിൽ. അപ്പോൾ കൊറോണയെ തുടർന്നിട്ടാണ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എപ്പോഴാണ്? 2020, അതായത് 2020 മാർച്ചിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നിർമ്മല സീതാരാമനാണ്. അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമനാണ് ഈ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അണ്ടർ ദി അംബിറ്റ് ഓഫ് RBI ഫുൾ അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI എന്നുള്ള ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രസൻ്റ്ലി എന്ന് പറയുന്നത് നമ്മുടെ UCB എന്ന് പറയുന്നത് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI ആണ്. അപ്പം നമ്മുടെ RBIയുടെ നോംസുകളൊക്കെ ഇപ്പോൾ നമ്മുടെ UCBക്ക് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ CRR മെയിൻറ്റെയിൻ ചെയ്യണം, SLR മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ഡിബഞ്ചേഴ്സും സെക്യൂരിറ്റീസും ഒക്കെ പിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോണൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് RBI നിന്ന് അനുമതി വേണം. അതേപോലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസിനൊക്കെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അധികാരമാർക്കാണ് ഇപ്പോൾ UCBയുടെയൊക്കെ RBIക്കാണ് ഇപ്പോഴുള്ള അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആകുന്ന എല്ലാ കാര്യങ്ങളും ആർക്കാണ് അപ്ലിക്കബിൾ? UCBക്കും ഇപ്പോഴും അപ്ലിക്കബിളാണ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി നോക്കാനുള്ളത്, അതായത് സെക്ഷൻ 22 ആൻഡ് സെക്ഷൻ 23. Section 22 and Section 23 Banking Regulations Act. അതായത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് സെക്ഷൻ 22 സെക്ഷൻ 23 പ്രകാരമാണ് RBIക്ക് UCBക്ക് ലൈസൻസ് കൊടുക്കാനുള്ള അധികാരം. RBI റൈറ്റ് ടു ഇഷ്യൂ ദ ലൈസൻസ് ടു UCB അണ്ടർ സെക്ഷൻ 22 ആൻഡ് 23 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അതായത് RBI എന്ത് ചെയ്യണം? UCBക്ക് ലൈസൻസ് കൊടുക്കണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിലെ സെക്ഷൻ 22 സെക്ഷൻ 23 പ്രകാരമാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്ത് ചെയ്യുക? ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ UCBയെ കുറിച്ചിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള അപ്ഡേഷനും ഓൾഡ് ആയിട്ടുള്ള അപ്ഡേഷനും എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. കാരണം ഇതൊക്കെ ചോദിക്കാനുള്ള ഇത് കൂടുതലാണ്. കാരണം ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.